സ്റ്റഡീസിന് വേണ്ടിയിട്ടോ എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. കരിയർ അല്ലെങ്കിൽ സ്റ്റഡീസ് എല്ലാം ഓരോരുത്തരുടെ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ഞാൻ എൻ്റെ കരിയർ വിടേണ്ട ഒരു ആവശ്യം വരികയാണ് ഫോർ മൈ റിലേഷൻഷിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാനത് വിട്ടിട്ട് പോകും. എനിക്ക് അത് അത്രയേ ഉള്ളൂ. റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കരിയർ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുക എപ്പോഴാണെന്ന് വെച്ചാൽ ഈ കരിയർ ഉപേക്ഷിച്ച് പോയാലും നമുക്ക് വേണ്ട പരിഗണനയും നമുക്ക് വേണ്ട സംരക്ഷണവും ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം തന്നെ നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയുകയുള്ളൂ. ഭൂരിഭാഗം സ്ത്രീകളും ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നല്ല റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷനും കരിയറും ഒക്കെ ആദ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തിരിഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ, കരിയർ ഉപേക്ഷിച്ച് ഫാമിലിയിലോട്ട് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാ സ്ത്രീകളും ഭൂരിഭാഗവും ചെയ്യുന്നത് ആദ്യം കരിയർ ഉപേക്ഷിച്ചിട്ട് ഫാമിലിയിൽ തന്നെ നിലനിൽക്കാൻ ശ്രമിക്കുകയാണ്. പഠനം ഉപേക്ഷിക്കുന്നവർ, ജോലി വേണ്ടെന്ന് വെക്കുന്നവർ, പിന്നെ വർഷങ്ങൾ കഴിയുന്തോറും അവർ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. നമുക്ക് വേണ്ട പരിഗണന തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യമാണ്. മക്കളെ വളർത്താൻ ഒരു എക്സ്ട്രാ ഇൻകം വേണം. കൂടുതൽ പരിഗണിക്കേണ്ടതായിട്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആക്കേണ്ട ആവശ്യമുണ്ട്. ഫാമിലിയെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു സ്ത്രീ പരിമിതിയിൽ നിന്നുകൊണ്ടും ഒന്ന് ബെറ്ററായിട്ട് ചിന്തിക്കാനും കരിയർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും ഒക്കെ. അല്ലാതെ സ്ത്രീകൾക്ക് എന്നല്ല ആർക്കും തന്നെ തൻ്റെ ഫാമിലി ലൈഫോ റിലേഷൻഷിപ്പോ വേണ്ടെന്ന് വെച്ചിട്ട് കരിയറിന് മാത്രം മുൻതൂക്കം കൊടുത്ത് ജീവിക്കണമെന്ന് ആർക്കും തന്നെ ആഗ്രഹം ഉണ്ടാവില്ല. ഓരോരുത്തരുടെ അവസ്ഥകളാണ് ഓരോ സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രയോറിറ്റി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മൾ ട്രൈ ചെയ്യും.